അപ്പൊ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് സ്പെഷ്യൽ ഡേ ആണ്. നിങ്ങൾ എന്റെ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എനിക്ക് 30 വയസ്സ് തികയാണ്. അപ്പൊ എന്റെ 20s കഴിഞ്ഞു, ഞാൻ എന്റെ 30s ആരംഭിക്കുകയാണ്. ഇത് എന്താ പറയാ, ലൈഫിലെ ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാല്ലേ. അതായത് നമ്മുടെ ലൈഫിന്റെ പകുതിയായി. അങ്ങനെ ഇനി ഓരോരോ ഘട്ടങ്ങളാണല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോൾ എന്റെ 30s ഞാൻ ആരംഭിക്കുകയാണ്. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്, കാരണം ഇത്ര നാളെ 20s ആണെന്ന് പറയുന്നതിന്റെ ഒരു ചോരത്തിളപ്പൊക്കെ ഇപ്പം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ആ ഒരു ഏജ് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് മാറ്റം വരികയാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ ഈ വീട്ടിലല്ല, നമ്മുടെ ഫാം ഹൗസിലാണ്. അപ്പൊ അപ്പനും അമ്മയൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് അതിന് മുൻപ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകണം. എന്റെ നെക്ക് പെയിൻ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അത് റെഡ്യൂസ് ചെയ്ത് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പോണേക്കാളും മുൻപ് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് പോവാം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോഴേ അവിടെ കുറെ പേരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ നമ്മൾ കുറച്ച് മിഠായിയൊക്കെ അവർക്ക് കൊണ്ടുപോകുന്നുണ്ട്. കുഞ്ഞു പിള്ളേരാണ് ശരിക്കും അവിടെ. കുഞ്ഞു പിള്ളേരെന്നൊന്നും പറയാൻ പറ്റില്ല, 24 വയസ്സൊക്കെ ആയി. പക്ഷെ ആസ് എ മുതുക്കിയായ ഞാൻ അവരെ കുഞ്ഞു പിള്ളേരെന്ന് പറയണല്ലോ. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോവാണ്. അവർ നന്നായിട്ട് എനിക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, അവർ ഭയങ്കര ആത്മാർത്ഥതയോടെ ചെയ്യുന്നുണ്ട് എങ്ങനെയും എൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണ് കണ്ടോ നിങ്ങൾ, ഓരോന്ന് ശരിയാക്കി വരുമ്പോൾ ഓരോന്ന് കേടാവുള്ളൂ. 30 വയസ്സായതിൻ്റെ ആയിരിക്കാം. ഇനി എപ്പോഴും നമ്മളിങ്ങനെ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു. അപ്പൊ അതെ, കണ്ണ് ഒരു വിധത്തിൽ ഇപ്പോൾ തുറക്കാനൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇവിടത്തൊക്കെ കുറഞ്ഞു, പക്ഷെ ചുവപ്പ് കളറും ഉണ്ട്, പക്ഷെ ചെറിയ തടിപ്പുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഞാൻ ഇനി അവരൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഭയങ്കര നാണക്കാരാണ്. അപ്പൊ ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. അങ്ങനെ ഞാൻ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര നാണം, അവർ ഒരുങ്ങിയിട്ട് എടുത്താൽ മതി ചേച്ചി എന്നൊക്കെയാണ് പറയണത്. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഭയങ്കര സൗണ്ട്, അവരൊരുങ്ങിയതിന് ശേഷം നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ തിരിച്ചിനി നമ്മുടെ ഫാം ഹൗസിലേക്ക് പോവാണ്. നിങ്ങളത് കണ്ടിട്ടില്ലല്ലോ, പോയിട്ട് ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ പേര് ഉപവനം എന്നാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഉപവനം മീൻസ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു കാട്, അതൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പം അമ്മയാണ് ആ പേരിട്ടത്. അപ്പം നമ്മളിതാ നമ്മുടെ ഉപവനത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ വൈഫൈയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് കയറുകയാണ്. ഞാൻ നേരത്തെ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മറ്റേ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ടൂറ് പോലെ ചെയ്യാം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത്. ഗൈസ്, നമ്മൾ ഇപ്പോൾ ഈ പഴത്തിൻ്റെ പേര് എന്നിട്ട് ആത്തപ്പഴം എന്നല്ല, ആത്തപ്പഴം പൊളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ പഴങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ആത്തപ്പഴം, സീതപ്പഴം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ശരിക്കും ഞാൻ ഈ ഒരു ക്ലിപ്പ് അങ്ങനെ തന്നെ ഇടണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഫാൻ ഇട്ട കാരണം കൊണ്ടും പിന്നെ മൈക്ക് വയ്ക്കാത്ത കാരണം കൊണ്ടും ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വോയിസ് ഓവർ ചെയ്യാം എന്നുള്ളത്. ഇത് അമ്മയുടെ ഒരു കസിൻ ഉണ്ട്, ബിന്ദു ബാബു പറഞ്ഞിട്ട്. അപ്പോൾ ആളാണ് ഈ ഒരു പഴം അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തത് കേട്ടോ. നാച്ചുറൽ സാധനമാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായത് കാരണം കൊണ്ടും നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് എന്നുള്ളൂ കേട്ടോ. പിന്നെ അമ്മ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല, അമ്മ ഭയങ്കരമായിട്ട് ഡയറക്ഷനൊക്കെ തരുന്നുണ്ടായിരുന്നു. നീ ചിരിക്കുമ്പോൾ അവൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ, നീ ചിരിക്കുമ്പോൾ വീഡിയോ എൻഡ് ചെയ്യട്ടെ. അതായത് ഞാൻ എപ്പോഴും ഒരു ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുത്തുവിനോട് പറയും, കട്ട് പറയും. അപ്പോഴാണ് അവനത് സ്റ്റോപ്പ് ചെയ്യാറ്. അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മൾ ചിരിക്കുമ്പോൾ അവൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണ്ടല്ലോ ആ ഒരു ക്ലിപ്പ്. അതൊക്കെയാണ് കേട്ടോ ആളിപ്പോൾ പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ അവിടെ നിന്ന് ഈ പഴങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ ഈ ഫാം ഹൗസ് മെയിനായിട്ട് നമ്മളൊരു Airbnb പോലെ സെറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു പൂളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്കും അതിലിങ്ങനെ ഓരോ ഈവൻറ്റും കാര്യങ്ങളൊക്കെ നടത്താം എന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ നിന്നും നമ്മൾ ക്യാരറ്റ് പുട്ടും അതേപോലെ തന്നെ കടലക്കറിയും പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകുന്ന കാരണം കൊണ്ട് നേരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കുകയാണ് കേട്ടോ. ക്യാരറ്റ് പുട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾക്കും അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കൊപ്പക്കായാണ് കേട്ടോ. അപ്പം അത് പൊട്ടിച്ചെടുക്കുകയാണ്. ഓ, നല്ല പഴുത്തുട്ടോ. ഓ ഹായ്.
ഓക്കെ, നമ്മുടെ തൊപ്പിയൊക്കെ കണ്ട വെയിൽ കൊള്ളാണ്ടിരിക്കാനുള്ള ഫുൾ സെറ്റപ്പിലാണ് ഇവർ നടക്കണത് കേട്ടോ. നാട്ടിൽ വന്നാലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ലീവും അതേപോലെ തന്നെ വർക്ക് ഫ്രം അബ്രോഡും കൂട്ടിയിട്ട് 1.5 മാസത്തോളം നിൽക്കാം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ അവിടുത്തെ വർക്കിംഗ് ടൈമിലാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഏകദേശം ഒരു 11:30 അല്ലെങ്കിൽ 12:30 തുടങ്ങും. അപ്പോൾ നമുക്ക് നേരത്തെ നിർത്താനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുക. മുത്തുണ്ണിക്ക് നാട്ടിലെത്തിയ പിന്നെ ഭയങ്കര വർക്ക് ലോഡ് കൂടുതലാണ്. സോ അവൻ എൻ്റെ വീഡിയോയിലേക്ക് നോക്കും കൂടി ചെയ്യാതെയാണ് വർക്ക് ചെയ്യുന്നത്. യെസ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഉച്ചത്തെ ചോറുണ്ടാൻ വേണ്ടിയിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പനും അമ്മയും കൂടി വീണ്ടും ഫാം ഹൗസിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ഉണ്ട്. നമ്മൾക്ക് എൻ്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്. സോ അവർ പറഞ്ഞത് കേക്കൊക്കെ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ജസ്റ്റ് ഞാൻ മുഖമൊന്ന് കഴുകി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ മുത്തുണ്ണിതേ അവിടെ ഒരുങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. നമുക്ക് വർക്ക് കഴിയാനായിട്ട് ഇനി സമയമുണ്ട്. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയ കാരണം കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഇതൊരു സർപ്രൈസ് വീഡിയോ ആയ കാരണം കൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാനല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റിയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ എടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റൈലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മമ്മിയും പപ്പയും ദുബായിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് വരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും പ്രതിനിധീകരിച്ച് ആരെങ്കിലും വരണം എന്നുള്ളത് അവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. സോ അത് കാരണം കൊണ്ട് അമ്മച്ചി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. ഇപ്പം നിങ്ങൾ ഈ സാരി എടുത്ത് കാണുന്നത് എൻ്റെ അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചീനെയും എൻ്റെ അങ്കിളുടെ വീട്ടുകാരെയും അവർ വിളിച്ചു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്കിളും അതേപോലെ അമ്മച്ചിയൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളത്. കാരണം എൻ്റെ വീട്ടിൽ നിന്നും എസ്പെഷ്യലി ഇവരുടെ വീട്ടിൽ നിന്നും കുറച്ചധികം ദൂരമുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരമാണ് വരുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ വരും എന്നുള്ളത്. അങ്ങനെ ഞാനൊരു വിധത്തിൽ സെറ്റായി. ഇത് ഈ ഒരു സർപ്രൈസ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്താണ് അടുത്ത സർപ്രൈസ് കിട്ടുന്നത്. നിങ്ങൾ കണ്ടു നോക്ക്. ഇനി ഇതാരാന്ന് പറയണ്ടേ, ഇത് എൻ്റെ ഒപ്പം കുസാരിൽ പഠിച്ചിരുന്നവരാണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ വരും എന്നുള്ളത്. ആരും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ കേസ് എനിക്ക് ഭയങ്കര ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരാൾ കണ്ണൂരിൽ നിന്നും ഒരാൾ കോഴിക്കോട് നിന്നാണ് വരുന്നത് കേട്ടോ. നാളെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവരായിട്ടുള്ള ഇങ്ങനെ മെസ്സേജ് അയക്കലും വിളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ക്ലൂ പോലും എനിക്ക് ഇവർ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവരും വന്നു. ഞങ്ങൾ ഏകദേശം ഇപ്പോൾ 1.5 കൊല്ലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. 1.5 കൊല്ലം പോരാ, അതിലും കൂടുതലായിട്ടുണ്ട് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. എനിക്കിങ്ങനെ ഒരു സർപ്രൈസ് കഴിഞ്ഞ് ഞാനൊന്ന് കൂളായി. എന്നോട് ഒരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കേക്ക് മുറിക്കണ്ടേന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ പോയി ചേഞ്ച് ചെയ്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഒരു കയറി വരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഷോക്കായി. ശരിക്കും കുറച്ചധികം നേരം എടുത്തു എനിക്ക് റിയാലിറ്റിയിലേക്ക് വരാനായിട്ട്. ഞാൻ മുത്തിനോട് പറയായിരുന്നു, നീ എന്നൊന്ന് പിച്ച്, ഞാനത് കാണുന്നത് സ്വപ്നം തന്നെയാണോ എന്ന് നോക്കട്ടെ എന്നുള്ളത്. ശരിക്കും മുത്തുണ്ണിയും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇവർ വിചാരിച്ചിരുന്നേ, മുത്തുണ്ണി എപ്പോഴും പറയലുണ്ട് ഞാൻ എന്ത് കാര്യം അറിഞ്ഞാലും അത് ചിന്നു അറിയും എന്നുള്ളത്. സോ അവൻ എന്നോട് പറയണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പനും അമ്മയും ഒന്നും മുത്തുണ്ണിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ എനിക്ക് കിട്ടുന്ന പോലെ തന്നെ എല്ലാം മുത്തുണ്ണിക്കും ഒരു ഷോക്കായിരുന്നു. ഞാൻ എൻ്റെ റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എങ്ങനെയാണ് അപ്പനും അമ്മയ്ക്കും ഇവരുടെയൊക്കെ നമ്പർ കിട്ടിയത് എന്നുള്ളത് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ അങ്കിളുടെ നമ്പർ ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. സോ അത് അവർക്ക് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു. ബാക്കി 2 പേരുടെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്തത് എന്നുണ്ടെങ്കിൽ, ഇതിൽ ദിവ്യയുടെ വീട് കടലിൻ്റെ അടുത്താണ്. സോ എപ്പോഴും നമ്മൾ മീനിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവളെ വിളിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എനിക്ക് അവളുടെ നമ്പർ തരും, അപ്പോൾ നീ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എനിക്ക് അവരെ വിളിച്ചിട്ട്
മീനിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാൻ വിചാരിച്ചു മീൻ വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ, അത് നമ്മളെപ്പോഴും പറയലുണ്ട് ഇവൾക്ക് ഫ്രഷ് മീൻ കിട്ടും കടലിൻ്റെ അടുത്തായ കാരണം കൊണ്ട് എന്നൊക്കെ. അങ്ങനെ ഞാൻ നമ്പർ കൊടുത്തു. അതിനുശേഷം ഞാൻ അമ്മയുടെ ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു ദിവ്യ അമ്മേനെ വിളിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണ്ടിയിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം എനിക്കെന്താ പറയുക, എൻ്റെ ബുദ്ധിയിൽ വന്നതേ ഇല്ല കേട്ടോ. അങ്ങനെ ഇവർ അണ്ടർഗ്രൗണ്ടിൽ കൂടെ കുറേ പ്ലാനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നിമിഷം ചെറിയൊരു പാളൽ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ വീട്ടുകാരാണ് വരുന്നത് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സാണ് വരുന്നത് എന്നുള്ളത്. കാരണം അമ്മ അപ്പനെ വിളിച്ചിട്ട് അമ്മ അപ്പൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പനോട് ഇവിടേക്ക് വരാൻ പറയൂ എന്നുള്ളത്. സോ ഞാൻ വിചാരിച്ചത് ആരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, ബാബു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അവർ വരുന്നു എന്നുള്ളതാണ്. ബിജുവും ബാബുവും തമ്മിൽ കുറച്ച് മിസ്മാച്ച് വന്നു പോയി. അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ച് അവർ വരുന്നുണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ആകെ മൊത്തം ടോട്ടലി എല്ലാം ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളും കേക്കും എല്ലാം ഇവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു ചെറിയ ഡെക്കറേഷനൊക്കെ വെച്ച് ഒരു കേക്കൊക്കെ മുറിക്കാം എന്നുള്ളത്. സോ ഉറപ്പായിരുന്നു എനിക്ക് ഒരു കേക്ക് അവരെന്തായാലും മുറിക്കും എന്നുള്ളത്. പക്ഷേ ഇവരൊക്കെ വിളിച്ച് മുറിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെയും കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം, മീൻസ് അവർക്കറിയുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കാനായിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും പല പല സ്ഥലങ്ങളിലായ കാരണം കൊണ്ട് തന്നെ ആർക്കും വരാനായിട്ട് പറ്റിയില്ല. പക്ഷേ എന്നാലും ഇത് എനിക്കൊരു വലിയ സർപ്രൈസ് ആയിരുന്നു ഗൈസ്. എന്താ പറയുക, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും നമ്മുടെ വീട്ടിലോട്ട് വന്നു. കാരണം പിറ്റേ ദിവസം, അതായത് ഇന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ദിവ്യയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഫിഷും കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കരമാണ് എന്നുള്ളത്. സോ 2 ദിവസം അവളുടെ ഒപ്പം നിന്ന് ഫിഷ് കഴിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം തന്നെയാണുള്ളത്. അതിന് ഐഷു ഒപ്പം ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ട്. സോ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് നാളെ പോകുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി അടുത്ത വ്ളോഗ് എന്തായാലും നമ്മൾ ദിവ്യയുടെ ഒപ്പം പോയിട്ടുള്ള ഫിഷ് കറി അല്ലെങ്കിൽ ഫിഷ് കഴിക്കുന്ന ഒരു വ്ളോഗായിരിക്കും. സോ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്.